എന്താ പേര്? പ്രാണേഷ്. ഓക്കെ. ആന്റി നല്ലത്. ആന്റിക്ക് ഇതുപോലെ ഒരു ബേബി ഉണ്ട്. ഇത്ര കുഞ്ഞൊരു ബേബി ഉണ്ട് ആന്റിക്ക്. പക്ഷെ ആന്റിയുടെ ബേബിക്ക് ഭയങ്കര വികൃതിയാ. പ്രാണേഷിന് വികൃതി ഉണ്ടോ? ഗുഡാ? അപ്പൊ ആന്റിയെ നോക്കാത്ത എന്താ? അമ്മയാണോ ചീത്ത പറയാ, അച്ഛനാണോ ചീത്ത പറയാ? അച്ഛനാണോ? വെരി ബാഡ്. ഞാൻ പറഞ്ഞ കുഴപ്പം പറയത്തില്ല. ആണോ? അമ്മയാണോ കൂടുതൽ ഇഷ്ടം, അച്ഛനെയാണോ? വീട്ടിൽ പോയാൽ ഇനി അച്ഛനൊന്നും മേടിച്ചു തരത്തില്ലാട്ടോ. അച്ഛന്റെ പെറ്റാണോ അമ്മയുടെ പെറ്റ? ആരുടെ പെറ്റ? അച്ഛൻ അവന്റെ സമപ്രായക്കാരനാണ്. അമ്മയുടെ പെറ്റ. ഓക്കെ. സോ എന്തൊക്കെ വിശേഷങ്ങള്? വിശേഷം എല്ലാ ഉത്സവങ്ങളും ഇപ്പോ അവന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഉത്സവങ്ങളും എല്ലാ വെക്കേഷൻസും എല്ലാം സെന്റേർഡ് അറൗണ്ട് ഹിം. അല്ല, മാമിന്റെ ജോലിയും ഈ കുട്ടിയോളും ഐ മീൻ ഒരു മോന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാം കൂടെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ടും എല്ലാരും ചെയ്തതല്ലേ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല, മാമിന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒന്നും അല്ലല്ലോ. എപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും പോണം, കുറെ ടെൻഷൻസ്. അപ്പം അതിന്റെ കൂടത്തിൽ ഇവന്റെ വികൃതി ഒക്കെ കൂടെ ആവുമ്പോ അതാണ് അതിനൊക്കെ എനർജി നൽകുന്നത്. ശരിക്കും എല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഊർജം എന്ന് പറയുന്നത് അവരാണ്. അപ്പൊ മോനാണ് അമ്മയെ പുഷ് ചെയ്യുന്ന ആള് അല്ലേ? അതെ. അമ്മയെ പുഷ് ചെയ്യുന്ന ആള് അച്ഛനാണോ? Nobody pushes. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? In which school you are studying? தமிழா நீ பேசுற? மலையாளம் தெரியாதா? இவ்வளவு நேரம் நான் மலையாளத்திலே பேசிட்டு இருந்தேனே, சொல்லிடலாம்ல? மலையாளம் தெரியுமா? അച്ഛനൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല? തമിഴ് അറിയാം, മലയാളം അറിയാം, പിന്നെ ഇംഗ്ലീഷ്. ഇപ്പൊ കൂടുതൽ ഇംഗ്ലീഷാണ്. പിന്നെ അമ്മ ദിവ്യയുടെ വീട്ടുകാരൊക്കെ വരുമ്പോ തമിഴ്, നമ്മളോട് മലയാളം. പക്ഷെ ഇപ്പൊ ഒരു ഇംഗ്ലീഷിനോട് ഭയങ്കര സ്നേഹമുണ്ട്. അപ്പം പഠിക്കുന്ന സമയമായതുകൊണ്ട് വേർഡ്സ് ഒക്കെ കണക്ട് ചെയ്ത് ലോങ്സ്റ്റ് സെന്റൻസസിനുള്ള ഇതിലുണ്ട്. പക്ഷെ മൂന്നിനും വളരെ ഈക്വൽ ആയിട്ട് പറയും. ഏതാ കാണുന്ന കാർട്ടൂണൊക്കെ ഏതാ ഇഷ്ടം? ടിവിയിൽ എന്താ എപ്പോഴും കാണാം? TV അങ്ങനെ കാണാറില്ല. വെരി ഗുഡ്. ഞാൻ മൊത്തം കേട്ടില്ല, ഐപാഡിലാണ്. ഞാൻ ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആൾക്കാരുണ്ടാവോന്ന്. സ്ക്രീൻ ടൈമിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരാണ് പല ആളുകൾ സമ്മതിക്കുന്നത്. എന്ത്? സ്ക്രീൻ കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു കുട്ടികള്. പക്ഷെ എന്നാലും നമ്മളുടെ കണ്ണിനും കുട്ടികളുടെ കണ്ണിനും ഒക്കെ അത് ദോഷം ചെയ്യുന്നല്ലേ പറയാ? അങ്ങനെ അവനെ ചെറുപ്പം മുതലേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതില് നിയന്ത്രിച്ചിട്ടില്ല. പക്ഷെ അവനത് സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ അവന് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മദ്യം അടച്ചു വെക്ക്, ഇനി അരമണിക്കൂറെ കൃത്യമായിട്ട് നോക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ തന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ആ മതി, ഇനി അടുത്തേക്ക് പോകാൻ സ്വയം അതങ്ങ് മാറ്റും. ആ ഒരു രീതിയാണ്. അതുകൊണ്ട് അങ്ങനെ അമിതമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നില്ല. ശരിക്കും വീട്ടിൽ ഏറ്റവും കുറവ് സ്ക്രീൻ ഉപയോഗിക്കുന്ന അവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷെ ബാക്കി പല പേരൻസ് പറയത്തില്ലേ, കാണിക്കില്ല, റേഷൻ കൊടുക്കുന്ന പോലെ ദിവസം 10 മിനിറ്റ്, ഹോംവർക്ക് ചെയ്താൽ 15. നമ്മൾ അങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെയാ, കുറച്ചേ കൊടുക്കത്തുള്ളൂ. ഞാൻ വിചാരിക്കും. പക്ഷെ അവൻ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഓപ്ഷൻ അവന് കൊടുത്താ അവൻ 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കും. അല്ലെ, അത് ആദ്യം മുതൽ ഇതങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവര് പെട്ടെന്ന് അതെ, വേണ്ടാന്ന് പറയുമ്പോ അതിലേക്ക് ഒരു ആസക്തി കൂടും. അപ്പൊ അത് വേണ്ടെന്നോ വേണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. Yeah, tell me. You want to cook? Who wants to cook? What about me? Both of us. അപ്പൊ അച്ഛനോ? He is not for cooking. Then, only for eating. Wait. അപ്പൊ അച്ഛൻ വീട്ടില് കുക്ക് ചെയ്യാറില്ല? ഇല്ല, അച്ഛൻ വെറും ഈറ്റിംഗ് ആണല്ലേ? അമ്മ വെറും കുക്കിംഗ്, അച്ഛൻ ഈറ്റിംഗോ? അമ്മയും കുക്കിംഗ് അല്ല, എന്റെ അമ്മയും പ്രസന്റ് ആന്റിയും കുക്കിംഗ്, നമ്മൾ ഈറ്റിംഗ്. ഇവൻ കുക്കിംഗ് കേട്ടോ. അവന് കുക്കിംഗ് എക്സ്പെരിമെന്റ് ഇഷ്ടം. എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടം. മാം എന്താ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാ? എനിക്ക് തോന്നുന്നു എന്നെക്കാളും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് ശബരിയാണെന്നാ തോന്നുന്നത്. എന്താ സാർ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് പറയാമോ? സ്ക്രാമ്പിൾഡ് ഒക്കെ വന്നിട്ടുണ്ടാക്കും. ഫ്രണ്ട്സ് ഒക്കെ പറയും, അല്ല അത് ഈ സ്ക്രാമ്പിൾഡ് ഒക്കെ ഒത്തിരി ഡ്രൈ ആവാനും പാടില്ല, ഒത്തിരി സോഗ് ചെയ്യാനും പറ്റില്ല. അതിന് ഒരു സൈഡ്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാക്കും. ഫ്രണ്ട്സ് ഒക്കെ വന്ന് അത്യാവശ്യം ഈ സ്നാക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അതിനൊരു കഴിവുണ്ട്. ഇന്ന് ഇപ്പൊ ഇവിടെ ആരാ കുക്ക് ചെയ്യാൻ പോകുന്നേ? ഇവിടെ ഇവനായിരിക്കും കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? These things. You don't know what? I'll tell you. തിരുവാതിര പുഴുക്ക്. Say. തിരുവാതിര പുഴുക്ക്. തിരുവാതിര പൊറോട്ട അല്ല, പുഴുക്ക്.